அப்பா நம்மாடே கும்பளத்தை அம்மே நம்மாடே சீரகத்தை கும்பாளம் பூத்ததும் കായപ്പറിച്ചതും കറിക്ക് അരിഞ്ഞതും നെയ് പൊരിച്ചതും നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞാളി നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ അപ്പാ നമ്മുടെ കുമ്പളത്തൈ. ഇത് കവിയൂർ ശിവപ്രസാദ് എന്നറിയപ്പെടുന്ന സിനിമ സംവിധായകൻ. എന്നെ സംബന്ധിച്ച് അദ്ദേഹം എനിക്ക് എൻ്റെ ഒരു വഴികാട്ടിയും ഗുരുവും സുഹൃത്തും എൻ്റെ ഒരു കുടുംബ പങ്കാളിത്തമുള്ള പ്രിയപ്പെട്ടവരിൽ ഒരാളാണ്. ഒരു വേറിട്ട സംവിധായകരിൽ ഉൾപ്പെടുത്താവുന്ന വേറിട്ടവരിൽ വേറിട്ട സംവിധായകൻ എന്ന നിലയിൽ സിനിമയെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ കാഴ്ചപ്പാടുള്ള, സിനിമയെ ഒരു ദൃശ്യമാധ്യമം എന്ന നിലയിൽ വളരെ വ്യത്യസ്തമായ വീക്ഷണകോണിൽ നോക്കിക്കാണുന്ന ഒരു മഹാപ്രതിഭ എന്ന് തന്നെ വേണം പറയാൻ. സാറുമായിട്ടൊന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ സാറിൻ്റെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം. ഈ ഡൈനാമിക് ആക്ഷൻ്റെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് സംഗീതത്തിന് ഇങ്ങനൊരു ഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ. ഇത്തരം ഒരു ഡയമെൻഷനിലേക്ക് സംഗീതത്തിന് നമ്മളെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായത് സാറിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ. അതുവരെ ഒരു ക്ലാസിക്കൽ സംഗീതത്തിൽ ബദ്ധമായിട്ടുള്ള രൂപഭദ്രതാബദ്ധമായിട്ടുള്ള ഒരു സംഗീതക്രമമായിരുന്നു നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നു. അതിലതീതമായി ഭാവതീവ്രത ഉൾക്കൊള്ളുന്ന മനോഹരമായ ഗാനങ്ങളാണ് സാറിൻ്റെ പല പാട്ടുകളും. അതിലെ ആവിഷ്കരണവും അതിനകത്തെ ആളിപ്പടരുന്ന ഒരു ദുഃഖത്തിൻ്റെ അഗ്നി ശരിക്കും ആ പാട്ടുകളെല്ലാം തന്നെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ ആ പാട്ട് ഞാനിപ്പോഴും ഓർക്കുന്നത്, മുന്നാഴി നെല്ലിനാര. സാറൊന്ന് പാടാം. മുന്നാഴി നെല്ലിനാര കണ്ടം കൊയ്യണ മുന്നായം പാടത്തെ കുഞ്ഞളച്ചി കൊട്ടണുണ്ടേ തുടി കൊട്ടണുണ്ടേ നിൻ്റെ പുട്ടിയിലെടുത്തോണ്ട് വന്നോളൂ തീയോ തീനുണ്ടോ തക തീയോ തീനുണ്ടോ. ഞങ്ങളിവിടുന്ന് പോയി കഴിഞ്ഞ് ഒരു 2 രാത്രി അച്ഛനും അമ്മയും ഞങ്ങളെ ഒരു മരച്ചുവട്ടിൽ കിടത്തിയിരിക്കണം. കാരണം അച്ഛനെ കൊണ്ടൊന്നും നിവൃത്തിയില്ലായിരുന്നു. അത് അങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, ഒരു പരുത്തി മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ, അതിൻ്റെ ചുവട്ടിലത്തെ പുല്ലും കാടും എല്ലാം ചെത്തി തെളിച്ചിട്ട് അവിടെ ഇങ്ങനെ ഞങ്ങളെ വട്ടത്തിൽ പൊരുന്തി പിടിച്ച് കിടത്തിക്കൊണ്ടിരുന്നത്. അന്ന് അന്ന് രാത്രിയിലെ അച്ഛൻ, ഞങ്ങളൊക്കെ ഉറങ്ങി കഴിഞ്ഞ അച്ഛൻ പാടിയൊരു പാട്ട്. കാരണം മേൽക്കൂരയില്ലല്ലോ, കാരണം കിടക്കാൻ വീടില്ല. കാരണം അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ വീടും പുരയിടും എല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായി. അത് 74 അന്ന് അച്ഛൻ ഞങ്ങൾ കേൾക്കാതെ അച്ഛൻ സ്വഗതമായി പാടിയൊരു പാട്ട്. അത് ഞാൻ പിന്നീട് അധിക സ്ഥലങ്ങളിൽ പാടിയിട്ടില്ല, ഞാനത് ചില സ്ഥലങ്ങളിലേ പിന്നെ പാടിയിട്ടുള്ളൂ. ഈ പാട്ട് പാടുമ്പോൾ ഞാനത് ഓർക്കും. ഞാൻ ഒരു കോൺട്രവേഴ്സി അത് പിന്നീട് ഞാൻ വളരെ അപൂർവമായിട്ട് ഞാനത് പാടിയിട്ടുണ്ട്. അരിയേരി അരിരാരോ തെയ്യംതാര മനം നിറഞ്ഞ മഴേ തെയ്യംതാര ഒരിക്കെട്ട്
അത് പിന്നീട് ഞാൻ ആ പാട്ട് പാടുന്നത് ഇവിടെ തീരപ്രദേശത്ത് എവിടെയോ ഒരു കടൽക്കരയിൽ ഒരു കായൽക്കരയിൽ ഇങ്ങനെ പഞ്ചസാര പോലെ മണൽപ്പരപ്പിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ അങ്ങ് ദൂരെ ഇരിക്കുന്ന ആളുകളെ ഒരു എറുമ്പ് പോലെ കാണുള്ളൂ, അതുപോലെ ജനങ്ങൾ. അപ്പോൾ ഇവർ ഓഡിറ്റോറിയത്തിനുള്ളിൽ ക്രമീകരിച്ച പരിപാടി ഞാൻ നിർബന്ധിച്ചിട്ട്, കാരണം ഓഡിറ്റോറിയത്തിനകത്ത് കുറച്ച് ആളുകൾക്കേ ഇരിക്കത്തുള്ളൂ, കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 1000 പേർക്ക് ഇരിക്കുക. അതിൻ്റെ 4 ഇരട്ടി ആളുകൾ പുറത്ത് നിൽക്കുക, പക്ഷേ അവർക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നിർബന്ധിച്ചിട്ട് ഇത് പുറത്തേക്കാക്കി ബെഞ്ചെല്ലാം കൂടി ഇട്ടൊരു, ഞാൻ പറഞ്ഞു സ്റ്റേജ് ഒന്നും വേണ്ട, ഒരു തട്ട് ഇട്ടാൽ മതി, ആളുകൾ കേൾക്കട്ടെ. തട്ടിട്ട് ഞങ്ങൾ സൗണ്ടെല്ലാം സെറ്റ് ചെയ്തു ഇരുന്ന്. അപ്പോൾ എൻ്റെ മോൻ അന്ന് എൻ്റെ കൂടെ പാടി തുടങ്ങുന്ന കാലമാണ്. അവൻ എൻ്റെ അടുത്തിരുന്ന് പാടും. ഒരു 4 പാട്ട് കഴിയുമ്പോൾ അവൻ എൻ്റെ മടിയിലോട്ട് കിടക്കും. പിന്നെ അവൻ ഉറക്കമാണ് പണി. അങ്ങനത്തെ കാലമാണ്. പാടാൻ അങ്ങോട്ട് സ്തുതിപ്പ് പാടി അങ്ങോട്ട് കഴിഞ്ഞു. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര മഴ ഇങ്ങോട്ട് വരും. ഞാൻ നിർബന്ധിച്ചല്ലേ ഇങ്ങോട്ട് വെളിയിലോട്ടിറങ്ങി. അകത്ത് നടന്ന പരിപാടി ഞാൻ പറഞ്ഞല്ലേ വെളിയിലിറക്കിയത്. ഇതുപോലൊരു സങ്കടം ഉണ്ടാകുന്നുണ്ട്, ചങ്ക് പൊട്ടുന്ന അനുഭവം. അപ്പോൾ ഓരോ തുള്ളി വീഴാൻ തുടങ്ങി. ഭയങ്കര മഴയരച്ച് പെയ്തിങ്ങോട്ട് വരിക, കായലിനക്കരയെന്ന് ഇങ്ങോട്ട് പെയ്ത് വരുന്നു. എവിടുന്ന് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ആരും, അപ്പോൾ ഓരോരുത്തർ കുടന്ന് വെറുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ആരും എഴുന്നേൽക്കരുത്, മഴ അങ്ങ് പൊയ്ക്കോളും. അന്നാണ് അച്ഛൻ കുഞ്ഞുനാൾ പാടിക്കേട്ട ഈ പാട്ട് ഞാൻ ആദ്യമായി പാടുന്നത്. ഒരു തുള്ളി വെള്ളം അവിടെ വീണില്ല സാറേ. ആ മഴ അതിലേ പെയ്തിങ്ങനെ അങ്ങ് പോയി. ഇതെന്ന് പറയുന്നത് കലാകാരനും കലയെ ഒന്നാകുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ഭാര്യ സുമതി എന്നാണ് പേര്. എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ സുമയെന്നാണ് വിളിക്കാറ്. ഇത് മകൻ കണ്ണൻ്റെ മൂത്തത് ഒരാളുണ്ട്, പെൺകുട്ടിയാണ്. കല ഇപ്പോൾ ആലുവയിലാണ്, ആലുവയിൽ ആണ് വിവാഹം കഴിച്ചയച്ചത്. പിന്നെ വിവാഹത്തെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വലിയ സങ്കല്പങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും മുൻകൂട്ടി കരുതി വയ്ക്കാതിരുന്നൊരു സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ഒരു യാദൃച്ഛിക സംഭവം എന്ന പോലെയാണ് വിവാഹം നടക്കുന്നത്. അറേഞ്ച്ഡ് മാരേജ് അല്ലായിരുന്നു. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ പെട്ടെന്നാണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രേമിച്ച് വിവാഹം കഴിച്ചവരല്ല എന്നർത്ഥം. അതൊരു യാദൃച്ഛിക സംഭവത്തിലൂടെയാണ് വിവാഹം നടക്കുന്നത്. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നടന്നൊരു സംഭവമാണ്. എൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ സുമയുടെ വീട്ടുകാരോ ഒന്നും അതിന് സപ്പോർട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. പുള്ളി ആദ്യം വീട്ടിൽ വരുന്നത് നീലലോകദാസ് സാറുമായിട്ടാണ്. അന്ന് വന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ പാടുമെന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. അന്ന് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടു, ഞങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമായി. ഞങ്ങളൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ് കലാഫീൽഡിലേക്ക് ഈ പാട്ടും ഇതുമൊക്കെ ആയിട്ട് പിന്നെയാണ് പോകുന്നത്. അന്ന് ജനതാ ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുന്ന കാലത്താണ് നമ്മുടെ വയോജന വിദ്യാഭ്യാസ പരിപാടി രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അന്ന് ഇടുക്കി ജില്ലയിൽ ഒരു ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് അന്ന് നീലദാസൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത്. ആ ഒരു അവസരത്തിലാണ് യാദൃശ്യമായിട്ട് സുമയുടെ വീട്ടിൽ ഒരു ദിവസം അത്താഴം ഒരുക്കുകയും ഒരു ദിവസം സുമയുടെ വീട്ടിൽ അത്താഴം കഴിഞ്ഞ് അന്ന് അവിടെ താമസിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കണ്ടുമുട്ടൽ.
കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവിടുന്ന് തിരുവല്ലയ്ക്ക് പോന്നു. തിരുവല്ലയിൽ വന്ന് പത്രപ്രവർത്തനവും നാടക പ്രവർത്തനം, കലാപ്രവർത്തനമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനു മുൻപ് തന്നെ ഉള്ള എൻ്റെ യാത്രയിലും എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ അനുഭവങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള എൻ്റെ വീടിനോടനുബന്ധമായിട്ടുള്ള ചുറ്റുപാടുകളുമൊക്കെ ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് ശക്തിയും ചൈതന്യവും എനിക്ക് വളരെ ഉണർവുമൊക്കെ തന്നിട്ടുള്ള ഒരു ചുറ്റുപാടായിരുന്നു അന്ന്. കാരണം ദേശത്തിൻ്റെ നാനാഭാഗത്തുമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള അവസരം ഞങ്ങളുടെ ആ കുടിയേറ്റ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവിടെ കുടിയേറ്റക്കാരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി കാലങ്ങളിൽ മുഴുവൻ ആളുകൾക്കും ഉറങ്ങാൻ പറ്റില്ല. കുറച്ച് പേര് ഉറങ്ങുമ്പോൾ കുറച്ച് പേര് ഉണർന്നിരിക്കും. കാരണം മൃഗങ്ങൾ വന്ന് കൃഷി നശിപ്പിക്കും.